ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ചക്ക വരട്ടിയതാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ കയ്യിലൊരു അരച്ചക്കയോളം ഉണ്ടായിരുന്നു. അതിൻ്റെ പഴം എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് അതൊരു പാത്രത്തിലേക്ക് ആക്കി. എന്നിട്ട് അതിൻ്റെ അകത്തെ വെള്ളം വറ്റുന്നത് വരെ ആദ്യം ഒരു 10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് 2 സ്പൂൺ വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി ഏതാണ്ട് അതിൻ്റെ ആ ബബിള് വരുന്ന കാണുമ്പോൾ തിളച്ച് കഴിയുമ്പോഴത്തേൻ്റെ ബബിള് വരുമല്ലോ, അത് കുറച്ച് നന്നായിട്ട് നമുക്ക് കാണുമ്പം മനസ്സിലാവും. അതിൻ്റെ അകത്ത് വെള്ളം വറ്റിയിട്ടുള്ള ആ ബബിൾ വരവ് അതുവരെ ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് സമയമെടുക്കും. അതുവരെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി, അത് അത്യാവശ്യം കളറുള്ള കറുത്ത ശർക്കരയാണ് കിട്ടുന്നതെങ്കിൽ കൂടുതൽ നല്ലത്, ഇത് ചേർത്ത് നന്നായിട്ടിത് എല്ലാം കൂടെ മിക്സായി അതിൻ്റെ അകത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ശർക്കരയ്ക്കകത്ത് വെള്ളം വറ്റി ഏതാണ്ട് നമ്മൾ അരച്ച് ആദ്യത്തെ ആ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവ് ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ഇതിപ്പം ഏതാണ്ട് ആ ഒരു പരുവമായി, അതാ ബബിള് വരുന്ന കാണുമ്പം മനസ്സിലാവുന്നില്ലേ, അതിൻ്റെ അകത്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി പഞ്ചസാരയ്ക്കകത്ത് ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചിട്ട് അതും ചേർത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സാക്കി ഏതാണ്ടൊന്ന് വരണ്ട് വരുന്ന പാകമാകുന്നത് വരെ നന്നായിട്ട്, നല്ല അലുവയുടെ പരുവം വേണമെന്നുള്ളവർ ആ പരുവത്തിലാക്കി എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പരുവ ആക്കിയപ്പോഴത്തേക്കും നിർത്തിയിട്ടുണ്ട്. ഇതാണ് നല്ല അടിപൊളി ചക്ക വരട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് ചക്കയുടെയും എല്ലാം ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ ഇടാൻ വരാവേ.